അതുവരെയും ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ദജ്ജാൽ, അതുവരെയും മുഫ്തിന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ദജ്ജാൽ കമായദൂഖുൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഓ സ്വഹാബ, ഉപ്പുരുകുന്നത് പോലെ ദജ്ജാൽ ഉരുകി ഇറങ്ങുമെന്ന് ലോകത്തിന്റെ ഷഫീഅ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഈസാ നബിയെ കണ്ടുകൊണ്ട് ഭയപ്പെടുകയാണ്, വല്ലാത്ത ഭയചരിതരാവുകയാണ്. അങ്ങനെയതാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശവാനലോകത്തേക്ക് തന്റെ കൈകളെ ഉയർത്തുകയാണ്. ആ കൈകളിലേക്ക് അല്ലാഹു തആല ചാട്ടുളി വാളിനെ കൊടുക്കുകയാണ്. ആ ചാട്ടുളി വാള് കൊണ്ട് ബാബുലുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് ഇസ്രായേൽ ഒരു എയർപോർട്ട് പണിത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇസ്രായേൽ ബാബുലുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എയർപോർട്ടിനെ പണിത് വെച്ചിരിക്കുകയാണ്. ആ സ്ഥലത്ത് വെച്ചാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ വധിക്കപ്പെടുന്നത്. പടച്ച റഹ്മാനേ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈ അങ്ങനെ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഒരു ചാട്ടുളിവാൾ അങ്ങനെ കടന്നു വരപ്പെടുകയാണ്. ആ ചാട്ടുളിവാള് കറക്കിക്കൊണ്ട് ദജ്ജാലിന്റെ നേരെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വീശുമെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയതാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വാള് കറക്കി ദജ്ജാലിന്റെ നേരെ വീശുകയാ. ആ വാള് ദജ്ജാലിന്റെ ശരീരമാസകലം ചുറ്റിപ്പിടിക്കുകയും ദജ്ജാലിന്റെ ശരീരത്തിൽ നിന്നും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ രക്തം പൂക്കുറ്റി ഒഴുകുന്നത് പോലെ രക്തം ഒഴുകപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു ശബ്ദത്തോടു കൂടി ദജ്ജാൽ വലിയ ഒരു ശബ്ദത്തോടു കൂടി ദജ്ജാൽ വധിക്കപ്പെടുമെന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈസാ നബിയെ ഫുള്ളായിട്ടൊന്ന് വിശദീകരിച്ചിട്ട് അത് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് പൊരുത്തപ്പെട്ടു വരിക. യൻസിലു ഫീകും ഇബ്നു മറിയം യൂഷികു ഫീകും ഇബ്നു മറിയം. ഇദാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളിലേക്ക് വരാനിരിക്കുകയാണ്. ഹുദൈഫ ഇരിക്കുന്ന സദസ്സ് നോക്കിക്കൊണ്ട് ദജ്ജാൽ അങ്ങനെ വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ദജ്ജാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകം ഭരിക്കപ്പെടുമെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യൻസുലു ഫീകും ഇബ്നു മറിയം യൂഷികു ഫീകും ഇബ്നു മറിയം. ഇദാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ഹകമൻ അദിലാ, നല്ലൊരു നീതിമാനായ ഭരണാധികാരിയായിട്ട്, നല്ലൊരു നീതിമാനായ ഭരണാധികാരിയായിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളിലേക്ക് കടന്നു വരപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല, വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, യഖ്തുലുൽ ഖിൻസീർ. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ ഭരണം ലഭിച്ചാൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരും. ഒന്നാമത്തെ പരിഷ്കാരങ്ങൾ എന്താ? യഖ്തുലുൽ ഖിൻസീർ. അല്ലാഹ് നികൃഷ്ടമാക്കിയ പന്നികളെ കൊന്നുകളയുകയാണ്. യലഉൽ ജസീ, പാവങ്ങളെ ബുദ്ധിമുട്ടുന്ന, പാവങ്ങൾ പ്രയാസപ്പെടുന്ന ടാക്സുകളെ, പലിശ പൈസകളെ, അല്ലാഹുവേ GSTകളെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നീക്കം ചെയ്യപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, കുരിശുകളെ തകർക്കപ്പെടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ: ഒന്ന്, പന്നികളെ കൊന്നുകളയും; ഒന്ന് പന്നികളെ കൊന്നുകളയും; രണ്ട്, ടാക്സുകളെ ഇറക്കി വെക്കും; മൂന്ന്, കുരിശുകളെ തകർക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ ഭരണം കിട്ടുമ്പോ വിഷജന്തുക്കളും കുട്ടികളും പാമ്പുകളും ഒന്നിച്ച് കളിക്കപ്പെടും.
ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ബറക്കാത്തുകൾ ഇറങ്ങുകയാണ്. വിഷജന്തുക്കളും കുട്ടികളും പാമ്പുകളും ഒന്നിച്ച് കളിക്കപ്പെടും. അന്ന് അകിടുകൾ പാലുകൊണ്ട് കിണിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, അന്ന് അകിടുകൾ പാലുകൊണ്ട് കിണിയും. ഫ്രൂട്ട്സുകൾ അന്ന് സുബലമാകുമെന്ന് അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അള്ളാഹിന്റെ ബറക്കാത്തുകൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ ഭരണം കിട്ടുമ്പോ അള്ളാഹുവിന്റെ ബറക്കാത്തുകൾ ഈ ലോകത്ത് ഇറങ്ങപ്പെടുമെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, വീണ്ടും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യതസവ്വജു മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽ നിന്നും ഈസാ നബി വേളി കഴിക്കുക. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭരണത്തിലേക്ക് കടന്നു വരികയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. എന്റെ കുടുംബത്തിൽ നിന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വേളി കഴിക്കുകയാണ്. അതിൽ മക്കൾ ജനിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ നിന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വേളി കഴിക്കുകയും അതിൽ മക്കൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. വയംസുകുൽ ഖംസ് 40 സനാ, 45 ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മറ്റൊരു റിവായത്ത് പരിശോധിച്ചാൽ 7 കൊല്ലമെന്നും കാണുന്നുണ്ട്. ഒരു റിവായത്തിൽ പറയുന്നു 45 ദിവസം ഈ ഭൂമിയിൽ ജീവിക്കും. മറ്റൊരു റിവായത്തിൽ പറയുന്നു 7 കൊല്ലവും ജീവിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടുകയാണ്, വഫാത്താവുകയാണ്. പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താവുകയാണ്. വയുദ്ഫനു മഈൻ, റൗളയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 45 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് അതിൽ മക്കളുണ്ടായി. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ നിന്നും അതാ വിവാഹം കഴിക്കുകയാണ്. അവസാനം ഓർമ്മപ്പെടുത്തുകയാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടുകയാണ്. അതിനു മുമ്പ് തന്നെ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളം പുറപ്പെടും. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റൗളയിൽ എന്റെ കൂടെ റസൂൽ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ ആദ്യം റൗളയിൽ നിന്നും എണീറ്റ് വരുന്നത് ഞാനാണ് സ്വഹാബ. മദീനയിൽ നിന്നും എണീറ്റ് വരുന്നത് ഞാനാണ് സ്വഹാബ. പക്ഷേ എന്റെ കൂടെ ആരും ഉണ്ടാകും. അന്നേരം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം നാളെ മഹ്ശറയിലേക്ക് എണീറ്റ് വരപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതിനോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്നത് ലോകത്തിന്റെ ഷഫീഉ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ ഖിയാമത്ത് നാളിന്റെ വലയടയാളം ആകാശവാനലോകത്തുനിന്നും അതാ ഒരു പുക പുറപ്പെടുകയാണ്. രണ്ടാമത്തെ അടയാളം ദജ്ജാൽ പുറപ്പെടുകയാണ്. മൂന്നാമത്തെ അടയാളം അതാ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത്, ലോകത്തിന്റെ ഷഫീ പഠിപ്പിച്ചു തന്നത് നുസൂലുൽ ഈസാ ഇബ്നു മറിയമിന്റെ മകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. നാലാമത്തത് യഅജൂജ് വൽ ഇറങ്ങി വരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെയും ബദറുൽ തീരം എന്ന് പറയുന്ന പരിശുദ്ധ യൂട്യൂബിൽ ഒരുമിച്ച് കൂടി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഈ ഉള്ളവൻ ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ഉള്ളവൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷഫീഖ് ബദരി ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ.
ചെറിയൊരു ദുആ ചെയ്താൽ നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് നമ്മൾ പിരിച്ചുവിടുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യകാഫിഉ മസീദാ اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وسلم. അർഹമുറാഹിമായ കാരുണ്യവാനായ കരുണദയാലുമായ പടച്ചറമ്പേ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഞങ്ങൾ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും നീ പൊറുക്കണേ അല്ലാ, നീ പൊറുത്ത് മാപ്പാക്കണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 15ാമത്തെ നോമ്പിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ബദരീങ്ങളുടെ ദിനമതാ ഞങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ആ പരിശുദ്ധ ദിനത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അല്ലാഹുവേ, 10 മണി മുതൽ 12 മണി വരെ ഈ മജ്ലിസിലിരുന്ന ഉമ്മമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, വാപ്പമാരെ അനുഗ്രഹിക്കണേ അല്ലാ. അവരെ കുടുംബത്തിന്റെ എല്ലാ ഷർറുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ ഫിത്നകളെ തൊട്ടും നീ അകറ്റണേ അല്ലാ. അവരെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, വായിലീങ്ങളാക്കണേ അല്ലാ, ഹാഫിലീങ്ങളാക്കണേ അല്ലാ. അതേപോലെ പടച്ചവനെ, ബദറുൽ തീരം പരിശുദ്ധമായ ഈ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഷഫീഖ് ബദരി ഉസ്താദ് അവറുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ ശരീരത്തിന് ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഇനിയും ഇനിയും ദീനിന് വേണ്ടി ദഅവത്ത് നടത്താനുള്ള ആരോഗ്യം ആ ശരീരത്തിന് നീ കൊടുക്കണേ അല്ലാ. ക്യാൻസർ പോലത്തെ മഹാരോഗങ്ങൾ കൊടുക്കരുതേ അല്ലാ. ഉസ്താദിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ആ ഉസ്താദ് ആഗ്രഹിക്കുന്നത് പോലെ ഉസ്താദിന്റെ മക്കളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ ഗ്രൂപ്പിൽ ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദന്മാരെ ഞങ്ങൾക്ക് ഇൽമ പകർന്നു തന്ന ഞങ്ങളുടെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ശരീരത്തിന്റെ അസുഖത്തിന് നീ ശമനം കൊടുക്കണേ അല്ലാ. അവരുടെ ശരീരത്തിന് ആരോഗ്യം കൊടുക്കണേ അല്ലാ. അതേപോലെ പടച്ച റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗപൂരിതമാക്കണേ അല്ലാ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഖബറാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞ ദീനിന്റെ ഓരോ മിസ്ല സവാബ് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ കരങ്ങൾ നിന്നിൽ നിന്നും പിൻവലിക്കുകയാണ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.